ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ, എൻ്റെ ഇവിടുത്തെ വീട്ടിൽ. സോ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ. അപ്പം എല്ലാവരും ഒരു 5 മാസത്തിന് ശേഷമാണ് കാണുന്നത് ഒരുമിച്ച്. സോ എക്സൈറ്റഡ്. അപ്പോൾ എല്ലാവരും പല ജില്ലകളിലാണ്, അപ്പം എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ മീറ്റപ്പ് വെക്കാറുണ്ട്. സോ അങ്ങനെ വരുന്നതാണ് എല്ലാവരും. അപ്പം രാവിലെ ഇനി ഇന്ദു വരാമെന്ന് പറഞ്ഞു. അവളെ തൃശ്ശൂരാണ്. സോ അവളെ പിക്ക് ചെയ്യാനായിട്ട് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതിനാണ് ഞാൻ റെഡി ആയി നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ ഒരു ഈവനിങ് ആവുമായിരിക്കും വരാൻ കേട്ടോ. അപ്പം ഇതൊരു കിട്ടുന്ന വ്ളോഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട്. സോ നമുക്ക് അവളെ വിളിക്കാൻ പോകാം. എല്ലാം ഞാനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, അങ്ങനെ ഇത് വന്നിരിക്കുകയാണ്. നമ്മളപ്പം പാലൊക്കെ മേടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ പാല് മേടിച്ചിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഇന്ദുവിനെ വിളിച്ചിട്ട് വീട്ടിലെത്തി. നമുക്ക് ചായ ഇടാം. പിന്നെ ഇന്നലെ വാങ്ങിച്ച പൊറോട്ട ബീഫ് അതും ചൂടാക്കാം. ഇന്ദു ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് യാത്ര ചെയ്ത്. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. പൊറോട്ട ആൻഡ് ബീഫ് കറി, ചായ. നമുക്ക് കഴിക്കാം. ഗൈസ്, അങ്ങനെ 2 പേരെത്തിയിരിക്കുകയാണ്. ശിവാനി വിജയ് അതുവഴി ശിവാനി വിജയ് ആൻഡ് ഭവ്യ ശ്രീകുമാർ ഓൺ ദ ഫ്ലോർ. ഗൈസ്, എനിക്ക് തുടർന്നുള്ള വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം 5 മാസത്തിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ കുറെ സംസാരിക്കാനുണ്ടായിരുന്നു. അത് സംസാരിച്ച് തീർന്നപ്പോൾ തന്നെ നമ്മൾ 4 മണിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി. സത്യം കുറെ കാര്യം സംസാരിച്ചോണ്ട് നമ്മൾ 4 മണി വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. രാവിലെ 10 മണി തൊട്ട് നിർത്താതെ. അത്ര വിശേഷങ്ങളായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. സോ നമ്മൾ 4 മണിയപ്പോൾ കിടന്നുറങ്ങി. ഇപ്പം 5 മണിക്ക് എഴുന്നേറ്റ് റെഡി ആയിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ചായ കുടിക്കാനായിട്ട് നമ്മൾ റെഡിയായി. അപ്പോൾ ചായ കുടിക്കാൻ പോകുന്ന വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. അവക്കായിരുന്നു കുറെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണമായിരുന്നു കുട്ടിക്ക്. നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ? ഓച്ചായിലാണ് ചായ. നമ്മൾ ചായ കുടിക്കാൻ വന്നു ഗൈസ്. ചേട്ടൻ ചായ ഇടുക. കൊള്ളാവോ? അടിപൊളി ചായ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യണം. മോച്ചായ പക്ഷേ 10 രൂപ കൂടുതലാണ് ഗൈസ്. ആംബിയൻസ് ഉണ്ട്, പക്ഷേ 10 രൂപ എക്സ്പെൻസീവ് അല്ലേ? 10 രൂപ എക്സ്ട്രാ 20 രൂപ.
10 രൂപയുള്ള എല്ലായിടത്തും. ഇവിടെ 20 രൂപ. അത് ഇച്ചിരി കൂടുതലാണ്. അതും ഈ ചെറിയ ക്ലാസ്സിലെ ചായക്ക്. വാ ഇങ്ങോട്ട് വാ. ഹായ് അച്ചു വന്നു ഗൈസ്. എന്തത്? ഹായ് നൈസ് ഡ്രസ്. നല്ല ഡ്രസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടിയായിട്ട് നമ്മൾ അച്ചു വന്നിരിക്കുകയാണ്. ഇല്ലേ കൊള്ളായില്ലേ? ഹായ് ഗൈസ്. കണ്ടോ ചായ? ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഗൈസ് വന്നത്. പക്ഷേ ഇവള് ലേറ്റ് ആയിട്ട് വന്നത് കൊണ്ട് എന്റെ സ്പെഷ്യൽ ചായ വേണം. അതെ അതെ സ്പെഷ്യൽ ചായ. അത് എവിടെ കർണാടക വനാന്തരങ്ങള് സ്പെഷ്യലായിട്ട് പറിച്ച ഏലത്തിയില. സോ ഇതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ചായ ഇട്ട് കൊടുക്കുന്നത്. വളരെ നല്ല ഐശ്വര്യമുള്ളൊരു വ്യക്തിയാണ് ഗൈസ്. ഇവക്ക് ചായ ഗ്യാസ് തീർന്നു പോയി. ഇൻഡക്ഷൻ എടുക്കാം. എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നൊക്കെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി ആയതുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ എടുക്കാം. അത് വർക്കാവുന്നുണ്ട്. ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ ഇൻഡക്ഷനിലേക്ക് മാറ്റാൻ പോകും. നടക്കോ? ഗ്യാസ് തീർന്നത് കൊണ്ട് നമുക്ക് ഇൻഡക്ഷനിൽ ചായ ഇടേണ്ടി വന്നു. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്തായത് ഗൈസ്? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഇന്നിപ്പോ കുറച്ചു മുമ്പേ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോഴാണ് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. ഹാപ്പി. എനിക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ചെലവ് ഫുള്ള് കൊണ്ടുവരാം. ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോ ഇങ്ങനെയൊക്കെ എത്ര സബ്സ്ക്രൈബേഴ്സ്. സത്യം. എത്ര? ഒരു മാസം ആയതേ ഉള്ളൂ. മാസം കൊണ്ട് നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ്. സോ ഹാപ്പി. സപ്പോർട്ട് ഗൈസ് എല്ലാവരും. ഫുഡ് കഴിക്കാൻ വന്നു ഗായ്സ്. തേജയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം, അല്ല മാസങ്ങൾ. സോ നമ്മൾ കഴക്കൂട്ടത്താണ് ഗൈസ് വന്നത്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ മലബാർ കിസ റെസ്റ്റോറൻറ്റ് കഴക്കൂട്ടം അവിടെ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടാന്ന് പറ. ഞാൻ മസാല ഷവായ, ഹണി ചില്ലി, നമ്മളെല്ലാരും മസാല ഷവായ ഓർഡർ ചെയ്ത്. സോ ഇവിടുത്തെ ഫേമസ് അല്ലേ ഇത്? മസാല ഷവായ മസ്റ്റ് റേറ്റ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് വന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നില്ലേ. ഗൈസ് ഇവളൊന്നും എന്റെ വീഡിയോക്ക് ഒന്ന് കമന്റ് ഇടും. അപ്പൊ നേരിട്ട് കണ്ടപ്പോ അവൾക്ക് ഒന്നും വേണ്ടണ്ട. സോ അവളെ ഒന്ന് ഇൻവെർട്ടറാണ്. ചെറിയൊരു ബ്ലോഗറാണ്. എന്നെ തുടങ്ങിയ ആളാണ്. കറക്റ്റ്. അപ്പൊ നമ്മൾ കഴിക്കുന്നത് കാണിച്ചു തരാം ഗൈസ്. ഇതാണോ മസാല ഷവായി? അതെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മസാല ഷവായി. ആ എടുത്തോ. അവളുടെ അതാ ഹണി ചില്ലി. മസാല ഷവായ ടേസ്റ്റ് ചെയ്യാം. കൊള്ളാല്ലേ? സൂപ്പർ. കഴിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കഴക്കൂട്ടം വീതികളിലൂടെ നടക്കുകയാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു?
കുഴപ്പമില്ലായിരുന്നു. പോരാ ആ hype ഒന്നും അങ്ങനല്ല, പുളി ഭയങ്കര കൂടുതൽ. യെസ് ഓഫ് കോഴ്സ്. നാരങ്ങ എടുത്ത് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നു, പച്ച നാരങ്ങ. ഭയങ്കര പുളിയായിരുന്നു. യെസ് ഓഫ് കോഴ്സ്. എല്ലാവർക്കും പിടിക്കണമെന്നില്ല, പക്ഷെ മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര അങ്ങനെയുള്ളവർ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ ഈ വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ. പ്രേമിച്ചാൽ എന്താ പൊങ്കറല്ലേ നമ്മളൊക്കെ മണ്ണിൽ നിന്നത് പ്രേമിക്കാനല്ലേ. ചാഞ്ഞു, അരിക്കൊമ്പൻ ചാഞ്ഞു. എല്ലാരും കിടക്കാൻ പോവുകയാണ് ഗൈസ്. എന്നെ കാണാം. സോ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് ഇവിടെ സോ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മളെ ബൈ ഗൈസ്.